പുഴ കാണാൻ പോയത് മൂഞ്ചി സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും ഒരു കുന്ന് കയറാനാണ് തീരുമാനിച്ചു. ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വീടമ്പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അത് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് കുറച്ച് ഞാറൽപ്പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക? ഇതിന് ഞാവൽപ്പഴം എന്നോ ഞാറൽപ്പഴം എന്നൊക്കെ പറയണേ കേട്ടോ. ആദ്യം ഒരു നിരപ്പായ സ്ഥലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തീർന്നിരുന്നു. പക്ഷേ ഇതല്ലല്ലോ, ഇതിലേറെ ഇനിയും പോകാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിന് മാത്രം ഇതൊക്കെ കയറി പോയിട്ട് അവിടെ എന്താ കാണാനെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് കാണാനൊന്നുമില്ല, പക്ഷേ നല്ലൊരു ആംബിയൻസ് ആണ്. ഈ ഒരു കുന്ന് കയറി ഇറങ്ങിയിട്ടാണ് ഇവരൊക്കെ സ്കൂളിൽ പോയിട്ടത്, ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ടുണ്ട് കേട്ടോ. അതായത് ഉമ്മാൻ്റെ വീട്ടിൽ എൻ്റെ മാമന്മാരും ഉമ്മയൊക്കെ സ്കൂൾക്കൊക്കെ പോയിട്ടത് ഈ ഒരു കുന്ന് കയറി ഇറങ്ങിയിട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരങ്ങനെ കുറേ കഥകൾ പറഞ്ഞു. പണ്ട് ഇതിലെ പോയിന് എന്നൊക്കെ ഒരുപാട് കഥകളൊക്കെ നമുക്ക് പറഞ്ഞു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, പണ്ടുള്ളവരുടെ പാതകളൊക്കെ കല്ലും മുള്ളും നിറഞ്ഞതാണല്ലോ. ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് ഓലപ്പടക്കം. ഓലപ്പടക്കം ഉണ്ടാക്കുന്ന ഒരു ചെടിയാണെന്ന് പറഞ്ഞിട്ട് ആ പോകുന്ന വഴി ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഓലപ്പടക്കം പോലെയൊക്കെ മടക്കി കൈ കൊണ്ടൊക്കെ നടന്നിരുന്നു. അങ്ങനെ നമ്മൾ കുന്നിൻ്റെ ടോപ്പിലെത്തിയിട്ട് അവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ പോയ സമയത്ത് അതൊന്നും ഉണ്ടായില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളൊന്നും പുഴയൊക്കെ പോയപ്പോഴേ എല്ലാം മൂഞ്ചിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പോയ പോലെ എന്നല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ട്, കയറാനും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെടാ, ബൈ.